വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ തെളിവെടുപ്പിലേക്ക് പോകണം. ഇപ്പോൾ അഫാനെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഫാന്റെ ഈ വീട്ടിൽ വെച്ച്, സ്വന്തം വീട്ടിൽ വെച്ച് ഇരട്ട കൊലപാതകങ്ങളാണ് അഫാൻ നടത്തിയത്. അനുജനെയും ഒപ്പം പെൺ സുഹൃത്തിനെയുമാണ് ഈ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. നമുക്കറിയാവുന്നതുപോലെ ഫർസാനയുടെ നെറ്റിയിലൊക്കെ ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായിരുന്നത്. അതിക്രൂരമായാണ് സഹോദരനെയും അഫാൻ കൊലപ്പെടുത്തിയത്. ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ആദ്യം അമ്മയെയും അഫാൻ ആക്രമിക്കുന്നത്. എങ്ങനെയാണ് കൊല്ലം നടത്തിയത്, ഇവിടെയൊക്കെ വെച്ചാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അഫാൻ വിശദീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ വെഞ്ഞാറമൂട് പോലീസാണ് ഇവിടെയുള്ള കേസ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും പാങ്ങോട് പോലീസ് ഇതിൻ്റെ ഒരു ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. പാങ്ങോട് അഫാന്റെ പിതൃമാതാവിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നത്. അവിടെ സൽമാ ബീവിയുടെ വീട്ടിൽ വെച്ച് തെളിവെടുക്കുന്നത്. അഫാൻ ആദ്യം നടത്തിയ കൊലപാതകം അതാണ്. അമ്മയെ ആക്രമിച്ചെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് കരുതിയാണ് സ്വന്തം വീട്ടിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ നിന്ന് അഫാൻ പോകുന്നത്. പിന്നീട് നേരെ പോകുന്നത് പാങ്ങോട്ടെ സൽമാ ബീവിയുടെ വീട്ടിലാണ്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇവിടെ പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയാണ് സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നത്. റിനു, തെളിവെടുപ്പിനായി ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് അഫാനെ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടോ? നമുക്കറിയാം, പ്രദേശവാസികൾക്കൊക്കെ പരിചിതനാണ്. നിരവധി ആളുകൾ നേരത്തെ പാങ്ങോട് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും അവിടെ വലിയ ആൾക്കൂട്ടമുണ്ടോ? വിനീത, വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഉള്ളത്. നമുക്ക് കാണാൻ കഴിയും. ആദ്യം ഈ പാങ്ങോട്ടെ സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ചപ്പോഴും ഇപ്പോൾ പേരുമലയിലെ സ്വന്തം വീട്ടിലെത്തിച്ചപ്പോഴും അഫാനെ കാണാൻ നിരവധി പേരുണ്ട്. പോലീസ് വലിയ ബന്ദോബസ്തിലാണ് ഈ വീടിനകത്തേക്ക് കയറ്റിയത്. ഈ കൊലപാതകങ്ങൾ, അതായത് ഉമ്മയെ ആക്രമിച്ചതും അനുജനെയും കാമുകിയെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയതുമായിട്ടുള്ള വീട്ടിലാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. പേരുമലയിലെ സ്വന്തം വീട്, അഫാന്റെ വീട്. അഫാന്റെ വീട്ടിനകത്ത് ഡിവൈഎസ്പിയുടെ അതുപോലെ തന്നെ SHOയുടെ നേതൃത്വത്തിൽ അഫാന്റെ തെളിവെടുപ്പുകൾ നടക്കുന്നു. അഫാനകത്ത് ഈ ഷോൾ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമ്മയുടെ കഴുത്തിൽ ചുറ്റി നിലത്തേക്കിട്ട ഷോളാണ് അഫാൻ ഉയർത്തി കാണിക്കുന്നത്, SHOയോട് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന്. എന്തായാലും നല്ല ബന്ദോബസ്തിൽ, അതായത് പോലീസ് അതീവ സുരക്ഷ ഒരുക്കിയാണ് അഫാനെ വീട്ടിനകത്തേക്ക് കയറ്റിയത്. ഇന്ന് ഈ ആദ്യത്തെ തെളിവെടുത്ത പാങ്ങോട്ടെ വീട്ടിലും അതുപോലെ തന്നെ ഈ അഫാന്റെ പേരുമലയിലെ സ്വന്തം വീട്ടിലും മാത്രമായിരിക്കും തെളിവെടുപ്പ് എന്നുള്ളതാണ്. തുടർന്ന് നാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അഫാനെ പുറത്തിറക്കുമ്പോൾ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്താം. വീടിനകത്ത് വെച്ച് എങ്ങനെ കൃത്യം നടത്തി എന്നത് അഫാൻ വിശദീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.